ഒരു ബിരിയാണി മേടിക്കുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. ഇത്ര റൈസ് ഉണ്ടാവോ? ഇത്രയും റൈസ് ഉണ്ടാവും. ഒരാൾ എന്നെ ഓർത്താൽ മതി, ദൈവമേ ആ കൊച്ചൊന്ന് രക്ഷപ്പെട്ടോട്ടെ. നല്ല പോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് അത് വഴറ്റിയെടുത്ത് അതിന്റെ വെള്ളം പറ്റുന്നിടം വരെ ഞാനത് ദേണ്ട കണ്ടില്ലേ, ചേച്ചി കോരിക്കോരി വെക്കുന്ന ഈ ബിരിയാണി 3 ആൾക്കെങ്കിലും കഴിക്കാം. ദേ നിങ്ങൾ നോക്കിയേ, പൊതിയഴിച്ച ഞാൻ തന്നെ ഞെട്ടി. ഒരാൾക്ക് കഴിക്കുന്ന ബിരിയാണിയാണ് 2 വലിയ പീസ് ചിക്കനും ഇത്ര റൈസും. ഒരു പൊതിയിൽ ദേ ബാലൻസ് ഇത്രയും കൂടി റൈസ് ഇരിക്കുകയാണ് കേട്ടാ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മാവേലിക്കരയിലാണ് കേട്ടോ. മാവേലിക്കരക്കാർക്ക് പറ്റിയ നല്ല കിടിലൊരു ബിരിയാണി പരിചയപ്പെടുത്തുകയാണ്. ഞാനിപ്പം കൃത്യമായിട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മാവേലിക്കര സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പച്ച കൊടയായിട്ടൊരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിരിയാണി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം ബിരിയാണിയാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു കഷ്ടപ്പാടിന്റെ കഥയുള്ളൊരു ബിരിയാണിയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ചേച്ചി ഒരു ചെമ്പ് ബിരിയാണിയായിട്ട് പലരുടെ സഹായത്തോടു കൂടിയാണ് ബിരിയാണി ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക, നമുക്ക് പരിചയപ്പെടാം. ഒരാൾക്കുള്ള ബിരിയാണി എങ്ങനെ കൊടുക്കുന്നത് കാണിച്ചേ. ഇങ്ങനെ കണ്ടോ, ഇത്ര റൈസ് ഉണ്ടാവോ? ഇത്രയും റൈസ് ഉണ്ടാവും. പിന്നെ ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടോ? സെപ്പറേറ്റ് ഉണ്ട്. ഈ ഒരു ബിരിയാണിക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലേ? ഒത്തിരി കഷ്ടപ്പാട്, 4-5 പേരുടെ കഷ്ടപ്പാടുണ്ട്. എന്റെ ഒരു കുടുംബത്തിലെ 4-5 പേരോട് ചേർന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആരൊക്കെ കൂടെ ചെയ്യുന്നത്? എന്റെ ഭർത്താവുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ മരുമകളുണ്ട്. മുന്നിൽ നിൽക്കുന്ന എന്റെ മരുമകളാണ്. അപ്പൊ ഞങ്ങളുടെ ഈ 4 പേരുടെയും കഷ്ടപ്പാടാണ്. എല്ലാരും അവരവർക്ക് പപ്പടം പാക്ക് ചെയ്യുക. ഇതിനകത്ത് മറ്റേ പൊതിയാനുള്ള പേപ്പർ സഹിതം വെച്ച് സെറ്റ് ആക്കി ചേച്ചി പറഞ്ഞു വിടുന്നത്. നല്ല പോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് അത് വഴറ്റിയെടുത്ത് അതിന്റെ വെള്ളം പറ്റുന്നിടം വരെ ഞാനത് വെച്ചിക്കാം. അത് കഴിഞ്ഞാണ് ചിക്കൻ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. മോനെ 9 കിലോ അരിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ നേരത്തെ 12 കിലോ അരി വരെ കൊണ്ടുവരുമായിരുന്നു. മഴ ആയതുകൊണ്ട് ഇപ്പം 9 കിലോ അരി നമുക്ക് പോകും. ഞാൻ ബിരിയാണി ചെയ്തോണ്ട് വരുമ്പോ ആ ബിരിയാണി പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബിരിയാണിയായിട്ട് കറക്റ്റ് 11 മണിയാകുമ്പോൾ വരും. എനിക്ക് ഇത്ര ബിരിയാണി പോകുമെന്ന് എന്റെ മനസ്സിലുണ്ട്. കാരണം അതിൽ കൂടുതൽ ഞാൻ കൊണ്ടുവരത്തില്ല മഴ ആയതുകൊണ്ട്. ആ 40 ബിരിയാണി ഞാൻ കൊണ്ടുവരും. ആ 40 ബിരിയാണിയും പോവുകയും ചെയ്യും. ഒരാൾക്ക് കുത്തിക്കോരി തന്നെ കൊടുക്കുന്നല്ലേ? എത്ര പീസ് ഉണ്ടാവും? മോനെ 2 പീസ്. നല്ല വറുത്ത് നല്ല അടിപൊളിയായിട്ടാ ചെയ്യുന്നത് അല്ലേ? അതെ. ഒരാൾ എന്നെ ഓർത്താൽ മതി, ദൈവമേ ആ കൊച്ചൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ഒരു ബിരിയാണി മേടിക്കുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ മോനെ? അത്രത്തോളം കഷ്ടപ്പെട്ടല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്? തീർച്ചയായിട്ടും. എത്ര മണിക്ക് തുടങ്ങും പരിപാടിയൊക്കെ? ഞാൻ മോനെ ഇപ്പൊ ഇവിടുന്ന് കച്ചവടം കഴിഞ്ഞ് 2 മണിക്ക് എന്ന് കഴിഞ്ഞാൽ പച്ചക്കറി കടയിൽ കയറി സവാള അതെല്ലാം മേടിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോൾ മണി 3 ആവും. 3 മണി ഞാൻ എന്റെ നടുവ് നോക്കാനായിട്ട് ഇച്ചിരി നേരം ഒന്ന് കിടക്കും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും മോനോട് പറയാൻ എന്റെ അമ്മ നേരത്തേക്ക് ഉള്ളിയെല്ലാം പൊളിച്ചു വെക്കും. അമ്മ പൊളിച്ചു വെക്കും, കഴുകി വാരി വൃത്തിയാക്കി വെക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നൊരു 4 മണിയാകുമ്പോഴത്തേക്ക് ഉള്ളി അരിയാൻ തുടങ്ങും. അരിഞ്ഞ് പിന്നെ ഞങ്ങൾ മോനോട് പറയുന്ന ഒരു 11 മണി വരെ ഞങ്ങൾ അതിന്റെ കൂടെ ആയിരിക്കും. ഒരു കഷ്ടപ്പാടിന്റെ കഥ തന്നെയാണ് ഉച്ചയ്ക്ക് വിൽക്കുന്ന ഈ ഒരു ബിരിയാണി മാവേലിക്കരയിൽ അല്ലേ? അതെ. അപ്പൊ എല്ലാവരും ചേച്ചിയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ ഗംഭീരമാവും. ചേച്ചിയുടെ കച്ചവടമൊക്കെ എന്ന് പറഞ്ഞാൽ പൊടി പൊടിക്കും. വലിയ റൈസിലാണ് ചേച്ചി ബിരിയാണി ചെയ്യുന്നത് കേട്ടോ. പപ്പടം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പപ്പടമൊക്കെ വെച്ച് സലാഡ് ഉണ്ട്. ഈ പേപ്പറൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് അതിനകത്ത് ഷീറ്റൊക്കെ വെച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു വിടുന്നത് അല്ലേ? ഇതുണ്ടോ? അപ്പൊ ഒരുപാട് പേര് ഈ ബിരിയാണിക്ക് പിന്നിലുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ സ്ഥലം മറന്നുകൊണ്ടാ. ഇത് മാവേലിക്കര സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഈ ഒരു പച്ചക്കുടയുടെ താഴെയായിട്ട് ഈ ചേച്ചിയെ കാണാം. നീറ്റ് ആയിട്ടാണ് ചിക്കനൊക്കെ ചെയ്യുന്നത്. നോക്കിയേ, നല്ല വറുത്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ 2 വലിയ പീസാണ് ചേച്ചി ആ ബിരിയാണിക്കകത്ത് കൊടുക്കുന്നത്. ഒരു എമണ്ടം പൊതിയാണ് കേട്ടാ. 2 പേർക്കുള്ള ബിരിയാണി വാങ്ങിച്ചിട്ട് ഞാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കഴിച്ചിട്ട് ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരു ചേച്ചിയുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് ഈ ഒരു ബിരിയാണി കേട്ടാ. ഈ കൊടയുടെ താഴെ ഈ സമയത്ത് വന്നിരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എത്ര രൂപയായി? വേണം. ഇല്ലില്ല, വേണം. ഇല്ല, എന്റെ ഒരു സന്തോഷം. ചേച്ചി അത്രയും കഷ്ടപ്പെടുന്നതാണ്. കച്ചവടം ഉഷാറാട്ടെ, അടിപൊളിയാവും തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്കണേ. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ.